പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ സംഘത്തെ ഗാസിയാബാദ് പോലീസ് പിടികൂടി. ഗാസിയാബാദിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച സൈന്യത്തിന്റെ തന്ത്രപ്രധാന നീക്കങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ പാക് ചാര സംഘടനയ്ക്ക് വിറ്റത്. പോലീസിന്റെ പിടിയിലായവരിൽ സംഘത്തലവനെന്ന് സംശയിക്കുന്ന ബീഹാർ സ്വദേശി മുതൽ പ്രായപൂർത്തിയാകാത്തവർ വരെയുണ്ട്. പതിവ് പോലെ ബീറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് തോന്നിയ സംശയമാണ് രാജ്യസുരക്ഷയെ തന്നെ തകിടം മറിച്ചേക്കാവുന്ന ഒരു സംഘത്തെ അഴിക്കുള്ളിലാക്കാൻ സഹായിച്ചത്. ഡൽഹി മുതൽ ജമ്മു കാശ്മീർ വരെ സൈനിക താവളങ്ങൾ, സൈന്യം കടന്നുപോകുന്ന വഴി, പ്രധാന റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി തന്ത്രപ്രധാനമായ 50 ഇടങ്ങളിൽ രഹസ്യമായി CCTV സ്ഥാപിക്കുക. ഇതുവഴി ലഭിക്കുന്ന ഫോട്ടോ 3000 മുതൽ 6000 രൂപ വരെ വിലയ്ക്ക് പാക് ചാരസംഘടനയായ ISIക്ക് വിൽക്കുക. ഇതായിരുന്നു ബീഹാറിലെ മുസഫർപൂർ സ്വദേശി നൌഷാദ് അലി രൂപം നൽകിയ സംഘത്തിന്റെ ലക്ഷ്യം. ഇതിനായി സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംഘം കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്നു. മൊബൈൽ റിപ്പയറിംഗ്, CCTV ടെക്നീഷ്യൻ ജോലികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്നവർക്ക് നൌച്ചാലി ഗ്രാമത്തിലെ പെട്രോൾ പമ്പിൽ ജോലി നൽകി. പമ്പിലെ മുൻ മാനേജർ രവീന്ദ്ര, സംഘത്തിലെ അംഗമായ മുംതാസ് എന്നിവരാണ് ജോലി ശരിയാക്കി നൽകിയത്. പിന്നീട് പെട്രോൾ പമ്പിന് സമീപത്ത് ടയർ പഞ്ചറൊട്ടിക്കുന്ന കട തുടങ്ങിയ സംഘം ചാരപ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നൌഷാദ് അലിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കുമൊപ്പം പിടിയിലായ മീരയാണ് പ്രതികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയത്. സംഘത്തിന് വേണ്ട പണമിടപാട് നടത്തിയ മീററ്റ് സ്വദേശി ഉൾപ്പെടെ 6 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള കണ്ണികളിലേക്കാണ് ഇനി പോലീസിന്റെ അന്വേഷണം. ദൃശ്യങ്ങൾ ആരുടെയൊക്കെ കൈകളിലേക്ക് എത്തിയെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.